ധൈര്യം നൽകി വചനം നൽകി ധൈര്യം നൽകി വചനം നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയെ കീടാതിരുന്നിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയെ കീടാതിരുന്നിടുമോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചില ദിവസങ്ങൾ വേർതിരിപ്പാനും ആ സമയങ്ങളിൽ മുട്ടുകളെ മടക്കുവാനും കർത്താവ് നമുക്കിടയാക്കി തീർത്തു. ശ്രദ്ധയോടുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി സമർപ്പണത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരുന്ന വിഷയങ്ങൾക്കൊക്കെയും ഒരു നീക്കുപോക്ക് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഇടവരുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ നിശ്ചയമായിട്ടും ഒരു വിഷയം തങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ആ വിഷയം മുഖാന്തരം അവരുടെ മുഖത്ത് അതിൻ്റെ ആവശ്യബോധം ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് മറുപടി കിട്ടുമ്പോൾ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം അത് പ്രവർത്തിക്കുകയും മുഖം പിന്നെ അതിന്മേൽ വാടാതിരിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് സഹായം നൽകട്ടെ. നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. കാരണം അത് നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും ഇല്ല എങ്കിൽ നമുക്കും അബദ്ധം പറ്റുന്നതുമായ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത് പിതാവിനോട് കേട്ടുപഠിച്ചവൻ എൻ്റെ അടുക്കൽ വരും. പിതാവിനോട് കേട്ടുപഠിച്ചവൻ പിതാവിൽ നിന്ന് എങ്ങനെയെല്ലാം പഠിക്കാം. അതിന് നമ്മൾ കണ്ടിട്ടുള്ളത് പിതാവിൽ നിന്ന് കണ്ടുപഠിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് പിതാവിൽ നിന്ന് കണ്ടുപഠിക്കുന്നത്? അതായത് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ആ ചെങ്കടലിൽ ഇറങ്ങിയ മിസ്രയീമ്യരെല്ലാം അതിൽ മുങ്ങി താണ് നശിച്ചുപോയി. ഇത് കണ്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. മറ്റൊന്നുണ്ട്, അവർക്ക് വെള്ളമില്ലാതെ വിഷമിച്ചപ്പോൾ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ് പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു കുടിച്ചു. അത് കണ്ട് വിശ്വസിക്കുന്നവർ. അപ്പോൾ എങ്ങനെയെല്ലാം അനുഭവിച്ച് വിശ്വസിക്കുന്നവരുണ്ട്, കണ്ടു വിശ്വസിക്കുന്നവരുണ്ട്, കണ്ട് പഠിക്കുന്നവരുണ്ട്, അനുഭവിച്ച് പഠിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെയും അബദ്ധം പറ്റും എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ നിന്ന് കാണുന്നത്. കാരണം വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ സാക്ഷാൽ ഇസ്രായേലിയനാണെങ്കിൽ അവൻ്റെ ബാല്യകാലത്ത് തന്നെ, അവൻ്റെ ബാല്യം മുതൽ അവനെ പിതാവ് സംസാരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളവരാണ്. നമ്മളോട് കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭം മുതൽ നിന്നെ വിളിച്ചവൻ. 43 എപ്പോൾ മുതലാണ് വിളിക്കുന്നത്? ഗർഭം മുതൽ വിളിക്കുന്നവനാണ്. അപ്പൊ പിതാവിന്റെ ശബ്ദം എവിടെ മുതൽ കേൾക്കുന്നു? ഗർഭത്തിൽ ഇരിക്കുമ്പോൾ മുതൽ കേൾക്കുകയാണ്. അതുകൊണ്ടാണ് മറിയയുടെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കൊച്ചു കിടന്ന് തുള്ളിയതാ. കൊച്ചിന്റെ പേരനാ യോഹന്നാൻ സ്നാപകൻ തുള്ളി. അന്ന് ശിശു ആയിരിക്കുമ്പോൾ ആ ശിശുവിന് നന്മയോ തിന്മയോ തിരിച്ചറിയാൻ സാധിക്കുന്നതിന് മുമ്പേ തന്നെ അത് ആ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തുള്ളി. അപ്പോൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പിതാവിൽ നിന്ന് നമ്മൾ കേട്ട് പഠിക്കുന്നവരാണ്. അങ്ങനെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും പിതാവ് സംസാരിക്കുന്ന സംസാരത്തിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, കണ്ടു പഠിക്കുന്നവരുമുണ്ട്. ബാല്യം മുതൽ കണ്ട് പഠിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കും ജാതികൾ ആയിട്ടുള്ളവരായിരിക്കും അങ്ങനെ, അല്ലെങ്കിൽ യഹൂദന്മാരായിട്ടുള്ളവരായിരിക്കും ഇങ്ങനെ. അങ്ങനെയല്ല. ശ്രേഷ്ഠനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് യോശിയാവ് എന്ന് പറയും. ഈ യോശിയാവിന്റെ ജീവിതകാലത്ത് ഇതുപോലെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അതായത് ദാവീദിനോടും യഹോശാഫാത്തിനോടും എല്ലാം ഒപ്പം നിർത്താവുന്ന ഒരു മനുഷ്യനാണ് ഈ യോശിയാവ്. അങ്ങനെ ആലയം യഥാസ്ഥാനപ്പെടുത്തി,
ദേശത്ത് അന്യാരാധനയൊക്കെ നീക്കിക്കളഞ്ഞു. വളരെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഇതാ അന്നത്തെ കാലത്ത് ഫറവോൻ എന്ന് പറഞ്ഞ നെഖോയാണ്. ഫറവോൻ നെഖോ ഒരു യുദ്ധത്തിന് പോവുക. ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ നെഖോ യുദ്ധത്തിന് പോകുന്നത് വേറൊരു രാജ്യത്തോടാണ്. അതായത് കർക്കമിശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ യോശുവനൊരു തോന്നല്, അവൻ എങ്ങോട്ടാണ്, അവനെതിരെ യുദ്ധം ചെയ്യണം. അങ്ങനെ യോശുവാവ് തന്റെ സൈന്യത്തെ ഒരുക്കി കാര്യങ്ങളൊക്കെ ഒരുത്തി പടച്ചട്ടയൊക്കെ എല്ലാം അണിഞ്ഞ് എല്ലാവരും വിളിച്ചു കൂട്ടി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോ നേരെ ചെന്ന് കഴിഞ്ഞപ്പോ നെഖോ പറഞ്ഞ്, ഫറവോൻ രാജാവായ നെഖോ പറഞ്ഞ്, യോശുവാവേ നീ എന്താ ചോദിക്കുക, എനിക്ക് നിനക്ക് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ തമ്മിൽ ഒരു വഴക്കില്ല, പ്രശ്നമില്ല. ഞാൻ നിന്റെ നേരെ അല്ല വരുന്നത്, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുകയില്ല. വേറൊരുത്തനുണ്ട്, ഒരു രാജാവുണ്ട്, വേറൊരു രാജ്യമുണ്ട്, അവനോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഞാൻ പോകുന്നത് എങ്ങനെയെന്നറിയാമോ? ദൈവത്തിന്റെ ആലോചനയോട് കൂടിയാ പോകുന്നത്. സൈന്യങ്ങളുടെ യഹോവയുടെ ആലോചന. ഞാൻ ജാതിയാണ് ഞാൻ, പക്ഷെ ദൈവത്തിന്റെ ആലോചനയോട് കൂടി തന്നെയാണ് ഞാൻ ഈ യുദ്ധത്തിന് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ യുദ്ധത്തിന് എന്റെ നേരെ വരരുത്. കാരണം ഇന്ന് നിന്റെ ദൈവം ഇന്ന് എന്റെ കൂടെയാണ്, യഹോവയായ ദൈവം ഇന്ന് എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ എന്റെ നേരെ യുദ്ധത്തിന് വരരുതെന്ന് പറഞ്ഞു. പക്ഷെ യോശുവാവിന് മനസ്സായില്ല. അവിടെ വചനം എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? നെഖോ പറഞ്ഞ ദൈവവചനം കേൾപ്പാൻ യോശുവാവിന് മനസ്സ് വന്നില്ല. കാരണം മനസ്സ് തന്നെ എങ്ങനെയാ? നെഖോ ആരാ? നെഖോ ഫറവോൻ എന്ന് പറഞ്ഞാൽ ജാതിയാണ്. ജാതിയായ ഒരു മനുഷ്യനിൽ കൂടി ദൈവം സംസാരിക്കും. കർത്താവ് സ്തോത്രം. പക്ഷെ സംസാരിച്ചത് ദൈവമായിരുന്നു. അത് തിരിച്ചറിയാൻ പോയപ്പോൾ സാധിച്ചില്ല. കാരണം എന്താ? കാരണം പിതാവിൽ നിന്ന് കേട്ടല്ല അവൻ പഠിച്ചിരിക്കുന്നത്. സശ്രദ്ധം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യൻ സുവിശേഷം കേൾക്കുന്നത് ആദ്യമായിട്ടല്ല. ഏത് മനുഷ്യനും വിശ്വാസത്തിൽ ദൈവം കണ്ടവനാണെങ്കിൽ, ഞാൻ ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങ് ചെന്നു, അത് കേട്ടു. ഞാൻ ആദ്യമായിട്ടാണ് സുവിശേഷം കേൾക്കുന്നത്. അങ്ങനെയല്ല. സുവിശേഷം ആദ്യം കേൾക്കുന്നത് ഇത് ജനനത്തിന് മുമ്പാ, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തപ്പോൾ കേട്ട സുവിശേഷമാണ്. ആ ശബ്ദമാണ്. ആ ശബ്ദം പിന്നീട് കേട്ടത് എപ്പോഴാണെന്നറിയാവോ? ഗർഭത്തിലാണ്. അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോഴാണ് ദൈവം വിളിച്ച് ആ ശബ്ദം കഴിയും. ഇത് കഴിഞ്ഞതിന് ശേഷം ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം എന്നാ പറഞ്ഞത്. ജനനം മുതൽ വേർതിരിച്ച ദൈവം അവനോട് ഈ വചനം കേൾപ്പിച്ച് തന്നെ അവനെ വളർത്തി. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും, അങ്ങനെ വരുമ്പോ ആ വചനം കേട്ട് പഠിച്ചവന് ഇത് സംശയം ഉണ്ടാവില്ല. സംഭവിച്ചതെന്നറിയാവോ? സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്ക് നേരെ അല്ലാതെ അന്യരോട് യുദ്ധത്തിന് പോയ നെഖോയെ അവന് യുദ്ധം ചെയ്യാനായിട്ട് യോശുവാവ് ഒരുങ്ങി നേരെ ചെന്ന് യുദ്ധം മുറുകി യോശുവാവിനെ കൊന്നുകളഞ്ഞു. ആരാ മനുഷ്യനെന്നറിയാവോ? ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ദൈവദാസനായ ശ്രേഷ്ഠനായ സത്യവേദ പുസ്തകത്തിൽ ഏറ്റവും ദൈവവേല ചെയ്ത ഒരു മനുഷ്യൻ ശത്രുവിന്റെ, അതായത് ജാതീയ മനുഷ്യന്റെ, രാജാവിന്റെ വാൾ കൊണ്ട് മരിക്കാനിടയായി തീർന്നു. കാരണം ഇതൊന്നു മാത്രമാണ്, അവൻ കേട്ട വചനം ജാതിയിൽ നിന്നാണെങ്കിലും ദൈവമാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 35-20. യോശുവാവ് ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം, യോശുവാവ് വലിയ വൻ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതിന് ശേഷം മിസ്രയീം രാജാവായ നെഖോ പ്രാത്തിന് സമീപത്തുള്ള കർക്കമീഷ് ആക്രമിക്കാൻ പോകുമ്പോൾ യോശുവാവ് അവന്റെ നേരെ പുറപ്പെട്ടു. എന്നാൽ അവൻ അവന്റെ അടുക്ക ദൂതന്മാരെ അയച്ചു, യഹൂദ രാജാവേ, എനിക്ക് നിനക്ക് തമ്മിൽ, യഹൂദ രാജാവായ യോശുവാവേ, നീ എന്തിനാ നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ല,
നീ എന്തിനാ എന്റെ നേരെ വരുന്നത്? ഞാൻ ഇന്ന് നിന്റെ നേരെ അല്ല, എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിന്റെ നേരെ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം എന്നോട് കൽപ്പിച്ചതാണ്. എന്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുതെന്ന് പറയിച്ചു. എങ്കിലും യോശുവ വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി. യഹോവ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ, യഹോവ പറഞ്ഞ, അതായത് ജാതീയ രാജാവ് പറഞ്ഞത് ഏത് വചന? ദൈവവചനമായിരുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ കേട്ട് പഠിക്കണം. കണ്ടു പഠിച്ചവൻ, അനുഭവിച്ചു പഠിച്ചവൻ അല്ല. പിന്നെയോ കേട്ട് പഠിച്ചവൻ തെറ്റിപ്പോവില്ല. എന്ത് ചെയ്യുന്നറിയാവോ? നേരെ ചെന്ന് യുദ്ധത്തിന് പോയി, ദൈവവചനം ആണ് പറഞ്ഞത്, അത് ശ്രദ്ധിച്ചാൽ അവൻ നേരെ ചെന്ന് അവനെ കൊന്നുകൊള്ളു. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ ഇടയിൽ സശ്രദ്ധം ഒരു കാര്യം ദൈവത്തിന്റെ ഭക്തൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ദൈവം, എൻ്റെ പിതാവായ ദൈവം, എൻ്റെ യേശു, എൻ്റെ കർത്താവ് എന്നോട് പറയുന്ന വാക്കുകൾ അതിനകത്തുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും. കാരണം അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തതൊക്കെയും മാറിപ്പോകും. ഈ ശബ്ദം മാത്രം മാറിപ്പോകില്ല. ഈ ശബ്ദം മാത്രം ഒരു മനുഷ്യനിൽ നിന്ന് അറ്റുപോകില്ല. ഇങ്ങനെ പഠിച്ചവൻ ഒരു സംശയവും കൂടാതെ, അല്ലെങ്കിൽ ഒരാള് അപ്പനും ആയിട്ട് വല നെയ്തുകൊണ്ടിരിക്കുക. അപ്പനുമായിട്ട് വല നെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന് ഈ വള്ളവും വലയും ഒക്കെ വിട്ടതിന് ശേഷം അനുഭവിച്ചു. ആരെങ്കിലും പോവോ? ഇവൻ പറഞ്ഞത് അവൻ ആരാ? മൂന്നാമത്തെ, അവനെ കണ്ടാൽ തന്നെ, അവന് കണ്ടാൽ രൂപഗുണമില്ല, കോമളത്തമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഒരു തരത്തിലും അവന്റെ വാക്ക് കേൾക്കത്തക്കവണ്ണം അവൻ്റെ ഒന്നുമില്ല. പക്ഷെ ആ ശബ്ദത്തിങ്കൽ അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്നത് ആരാന്ന് മനസ്സിലായി. അവിടെയാണ് ഒരു മനുഷ്യന്റെ നിശ്ചയം എന്ന് പറയുന്നത്. ഒരു ദിവസം പ്രായം ചെന്നിരിക്കുന്ന സമയത്ത് തൻ്റെ എല്ലാ പ്രതീക്ഷയുമായ കർത്താവ് ഇന്നുവരെയും പറഞ്ഞിട്ടുള്ളതിന് വിരുദ്ധമായിട്ടെന്ന് തോന്നുന്ന തരത്തിൽ ഒരു വാക്ക് പറയുകയാണ്, നീ സ്നേഹിക്കുന്നത് എൻ്റെ ഏകജാതനായ നിന്റെ മകനായ ഇസ്ഹാക്കിനെ കൊണ്ടേ മോറിയ വരെ യാഗം കഴിക്കാൻ പറയുക. ഇത് ആര് പറഞ്ഞു? ശത്രു വഞ്ചിച്ചതാണോ എന്ന് എങ്ങനെ അറിയണം? കാരണം കഴിഞ്ഞ ദിവസം ഒരു ദർശനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാനിടയായിട്ട്, അവൻ വിട്ടുപോകില്ലെന്നോ, അവൻ ജയിക്കില്ലെന്നോ, ഒതുങ്ങില്ലെന്നോ പല കാര്യങ്ങളും പറയാനിടയായി തീർന്നു. ഇതൊക്കെയും നമ്മൾ ആര് പറഞ്ഞു? നമ്മളോട് ആര് പറഞ്ഞു? നമുക്കിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം മാത്രം, നമ്മൾ ഇന്നല്ല ഇത് കേൾക്കാൻ തുടങ്ങിയത്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ പ്രാണനോട് കർത്താവ് സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഈ നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ വന്നപ്പോൾ മുതൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിൽ വന്നപ്പോൾ മുതൽ സംസാരിച്ചിട്ടുള്ളതാണ്. തക്ക സമയത്ത് തന്റെ വചനത്തെ വെളിപ്പെടുത്തിയ ദൈവം സുവിശേഷം മുഖാന്തരം എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉറപ്പുള്ളവൻ സംശയമില്ല. ഇതാ മോറിയ മലയെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞവൻ അടുത്ത ദിവസം തന്നെ യുദ്ധത്തിന് പോവുകയാണ്. അടുത്ത ദിവസം തന്നെ ഇതാ ഈ യാഗത്തിന് പോവുകയാണ്. ഈ യാഗം തൻ്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനമുണ്ട്. എന്താണ്? ഒരു വശത്ത് ദൈവം ഇത് പറയുമോ, ഒരു വശത്ത് സർവശക്തനായ ദൈവത്തിന്റെ സ്വരം തന്നെയാണ്, അത് നിശ്ചയമുള്ളതാണ്. എന്നാൽ ആ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുന്ന ആ സംഘട്ടനത്തിൽ അവിടെ ദൈവത്തിന്റെ ശബ്ദത്തിന് അവിടെ ജയമുണ്ടായി. കാരണം അബ്രഹാം കേട്ടുപഠിച്ചവനാണ്. അബ്രഹാം ദൈവത്തിൽ നിന്ന് കേട്ടുപഠിച്ചവനാണ്. ആ കേൾവി അത് ഒരിക്കലും തെറ്റുകയില്ല. ബാക്കിയെല്ലാം തെറ്റും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോകും. പക്ഷേ ദൈവവചനത്തിന്റെ കേൾവി, പിതാവിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും മാറിപ്പോകില്ല. ഒരിക്കലും. അത് എന്നും സ്ഥിരമായിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുയേശുവിന്റെ അടുക്കിലേക്ക് ഒരാൾ വരണമെങ്കിൽ, ക്രിസ്തുയേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന മുൻ നിയമിക്കപ്പെട്ടവൻ ഒരാൾ വരണമെങ്കിൽ, അവൻ ഗർഭം മുതൽ വിളിച്ച പിതാവിന്റെ ശബ്ദം നിശ്ചയമുള്ളവനല്ലാതെ, ആ ശബ്ദത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ഒരാള് മുൻ നിയമിക്കപ്പെട്ടവൻ മുൻ നിർണയപ്രകാരം ദൈവത്തിന്റെ അടുക്കിലേക്ക് വരില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ളവൻ തെറ്റിപ്പോവുകയില്ല. എല്ലാവരും പല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റി ഉപദേശത്തിൽ കഠിനമെന്ന് പറഞ്ഞ് പല വഴിക്കും പോയി കഴിഞ്ഞപ്പോൾ, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഞാനവിടെ പോകും, ഞങ്ങളവിടെ പോകും. കാരണം ഞങ്ങൾ കേട്ട് പഠിച്ചതും ഞങ്ങൾക്ക് ജീവൻ നൽകിയതും ഞങ്ങൾ ഇന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നതെല്ലാം നിന്റെ വചനത്താലാണ്.
ആ വചനത്താണ് പിതാവിനോട് കേട്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേ ശബ്ദം തന്നെ ഇവന്റെ വായിൽ നിന്നും കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്. അല്ലാതെ നിന്റെ രൂപഗുണം കണ്ടിട്ടല്ല, നിന്റെ കോമളത്വം കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല. പിന്നെയോ ഇതൊന്നും ഇല്ലാതിരിക്കെ തന്നെ നിന്റെ ശബ്ദം അതേ ശബ്ദം. ആരുടെ ശബ്ദം? പിതാവിന്റെ ശബ്ദം. അതേ ശബ്ദം ഞാൻ ഗർഭം മുതൽ കേട്ട ശബ്ദം. അതേ ശബ്ദം ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്റെ പ്രാണൻ കേട്ട ശബ്ദം. അതേ ശബ്ദം ഞാൻ എന്നെ സുവിശേഷത്തിൽ വിളിച്ച ശബ്ദം. ആ ശബ്ദം ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല. അത് ധ്വനിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിനും പുത്രനിലും വസിക്കും. ആ ധ്വനി ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. ആ ധ്വനിയെ കെടുത്തു കളവാൻ ശത്രുവിന് സാധിക്കുകയില്ല. അതുകൊണ്ട് അത് നിശ്ചയമില്ലാത്തവൻ പല അബദ്ധങ്ങളിലും ചിന്തിയാടും. വൻ കാര്യങ്ങളെല്ലാം പറയും, എനിക്ക് മലകളെ നീക്കുമെന്നൊക്കെ വിശ്വാസം, പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുവാനുള്ളത്. ആ കാര്യങ്ങളെല്ലാം സാധിക്കും. പക്ഷേ പിതാവിനോട് കേട്ട് വചനം തന്നെയാണ് ഇന്ന് എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിന്നാൽ അവന്റെ ജീവിതം ധന്യമാണ്. ഇല്ല എങ്കിൽ കർത്താവിന്റെ അടുക്കൽ എത്തി ആ പൂർണ്ണ നന്മ അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കേട്ടല്ലോ അവിടെ നിന്ന് നോഹ, നീതിപ്രസംഗിയായ നോഹ വരാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നാൽ അവൻ ചെയ്യുന്നത് തന്നെയും തൻ്റെ കുടുംബത്തിനും ഒരു പെട്ടകം ഉണ്ടാക്കുക. ലോകത്തിലുള്ള എല്ലാവർക്കും അല്ല പെട്ടകം ഉണ്ടാക്കിയത്. ആ വാക്ക് കിട്ടിയത്, ആ വാക്ക് എത്ര ഭയങ്കരമായിരുന്നറിയോ? കാരണം ലോകത്തിലുള്ള എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ കയറാൻ സ്ഥലമുണ്ടോ? ഇല്ല. കയറാൻ സ്ഥലം വേണമെങ്കിൽ അവരവർ പെട്ടകം പണിയണം. നോഹ പണിതത് നോഹയ്ക്കും കുടുംബത്തിനും വേണ്ടിയില്ല. ആ കുടുംബത്തിൽ അവർ രക്ഷപ്പെടും. കാരണം അവനിൽ കൂടി ഇന്നും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ജീവന്റെ വചനം, ന്യായവിധിയുടെ വചനം, നാളെ ഭൂമി നശിക്കാൻ പോകുന്ന വചനം അവിടുന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരൊറ്റ മനുഷ്യനും കേട്ടില്ല. ഒരൊറ്റ മനുഷ്യനും. വേറൊന്നുമല്ല കാര്യം, അതിനകത്ത് രക്ഷയ്ക്കായിട്ട് ദൈവം മുൻകണ്ടിട്ട് തരണം ഇല്ലായിരുന്നത്. അത് ശരിയാ, അതാണ് അതിന്റെ കാര്യം. പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചതൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. എന്നാൽ പ്രധാന സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നത് ഉടയവന്റെ ശബ്ദം ആരെല്ലാം കേൾക്കും? നിർജീവ വസ്തുക്കൾ കേൾക്കും, ജീവനുള്ള വസ്തുക്കൾ കേൾക്കും, ദേഹിയുള്ള വസ്തുക്കൾ കേൾക്കും, പ്രകൃതി ശക്തികൾ കേൾക്കും. അങ്ങനെ ഈ ലോകത്തിൽ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? വചനം പറയുന്നത്, കർത്താവ് തന്റെ വചനം അയക്കുന്നു, താൻ മേഘങ്ങളോട് കൽപ്പിക്കുന്നു, അത് പെയ്യുന്നു. ഏത് ഭാഷയിലാണ് കൽപ്പിക്കുന്നത്? അതൊരു മുഴക്കമാണ്. ഇങ്ങനെ സകല മനുഷ്യരോടും സകല ജീവികളോടും സകല സൃഷ്ടിയോടും ദൈവം സംസാരിക്കുന്ന വിധമുണ്ട്. ഇന്ന് നോഹയിൽ കൂടി പ്രസംഗിച്ച വചനം, ആ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായിട്ട് ആ മൃഗങ്ങൾ കേട്ടു. മൃഗങ്ങൾ വന്ന് പെട്ടകത്തിനകത്ത് കയറി. പക്ഷേ പിതാവിനോട് കേട്ട് പഠിച്ചവൻ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ദൈവസഭയെ തന്നെ ചോദ്യം ചെയ്യുന്ന വാക്കാണ് അനവധി കാര്യങ്ങൾ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് നമ്മൾ ബാക്കിയുള്ള എല്ലാവരും ജാതികൾ എന്നുള്ളതല്ല. ഇവിടെ യോശിയാവിന്റെ ചരിത്രം കേട്ടത്. യോശിയാവ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്കറിയാം, ദാവീദിനെ പോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്ന ഒരു മനുഷ്യനാണ്. ഒറ്റ കാര്യം മാത്രം, ആ പറയുന്ന ശബ്ദം, പിതാവിന്റെ ശബ്ദം ഇന്നതാണ്, ആ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതിനാൽ അവൻ നശിച്ചു. ഇന്ന് ദൈവം നമുക്കൊരു പാഠമാണ് തന്നത്, ഒരു പാഠമാണ് നമ്മെ പഠിപ്പിച്ചത്. കർത്താവിന്റെ വചനം പറയുന്നത് ഇതാ, നമ്മിൽ കേട്ടത്, ആദ്യം മുതൽ കേട്ടത് നമ്മിൽ ധ്വനിക്കട്ടെ, ആദ്യം മുതൽ കേട്ടത് നമ്മൾ വസിക്കട്ടെ, ആദ്യം മുതൽ കേട്ടതിനെ നമുക്ക് ആശ്രയിക്കാം. നാളെ കർത്താവ് ഒരു ശബ്ദത്തിൽ പറയുമ്പോൾ ഇതാ, ആരാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കർത്താവ് തന്നെ. കാരണം യേശുവിന്റെ ശബ്ദം എനിക്കറിയാം. അതെങ്ങനെ അറിഞ്ഞു? അതിനു മുമ്പ് എൻ്റെ ദൈവത്തിന്റെ ശബ്ദം എനിക്കറിയാം. ആ ശബ്ദം തന്നെയാണ് ഞാൻ യേശുവിൽ നിന്ന് കേട്ടത്. ആ ശബ്ദം തന്നെയാണ് ഇന്ന് കർത്താവ് താൻ ഗംഭീര നാദം എന്ന് പറയുന്ന ശബ്ദം പുറപ്പെടുന്നത്. ഈ 3 ശബ്ദം പുറപ്പെടാൻ പോവാ. ഈ 3 ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഈ 3 ശബ്ദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമാണ് കർത്താവിന്റെ ഗംഭീര നാദം. ഈ നാദം അത് തിരിച്ചറിയണമെങ്കിൽ പിതാവിനോട് കേട്ട് പഠിച്ചവനായിരിക്കണം. പിതാവിനോട് കേട്ട് പഠിച്ചവൻ ആ ഗംഭീരനാദം അവൻ തെറ്റിദ്ധരിക്കില്ല. ആ ഗംഭീരനാദത്തിൽ അവൻ ഉണരും. അവനെ കർത്താവ് തന്നോട് ചേർക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളോട് സംസാരിച്ചു. ദൈവത്തിന്റെ ദയയും കരുണയും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. കർത്താവേ, നാഥ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ പിതാവിനോട് കേട്ട് പഠിച്ചവൻ കർത്താവ് യേശുവിന്റെ അടുക്കൽ വരും. യേശുവിന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നവൻ പിതാവിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞവനാണ്. കർത്താവെ, നാഥ, ആ ശബ്ദത്തെ തിരിച്ചറിയുന്നില്ല എങ്കിൽ അനേകർ വീഴ്ചയിലും താഴ്ചയിലും തകർച്ചയിലുമായി പോയതുപോലെ ആകാതിരിപ്പാൻ ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ ഞങ്ങളെ കേൾപ്പിച്ച വചനം, അത് വിശ്വാസമായി തീർന്ന വചനം ഇന്ന് ഞങ്ങളിൽ മുഴങ്ങട്ടെ. അതിൽ തന്നെ ഞങ്ങൾ ആശ്രയിക്കട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിക്കാം.